ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോകണം കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവൾക്ക് ഇന്നൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോകണം. അതിനുള്ള ഒരുപ്പാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ ഇറങ്ങാനത് ഞങ്ങൾ മഴ ചതിച്ചു ഗൈസ്. പക്ഷേ ഈ മഴയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി ഞങ്ങൾ ആദ്യം കേക്ക് മേടിക്കാനായിട്ടാണ് പോയത്. ഒരു രക്ഷയില്ല, കേക്ക് അടിപൊളിയായിരുന്നു. നമുക്ക് വീഡിയോ ലാസ്റ്റ് കാണാൻ പറ്റും. ഒരു ഹോം മെയ്ഡ് കേക്കാണ് വാങ്ങിച്ചത്. അവരുടെ കേശു കേക്ക് എന്താ പറയുന്നത്. നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ചും ചേച്ചി ചെയ്തു തരും. ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കേക്ക് മേടിക്കാൻ ചെന്നപ്പോഴേ അറിഞ്ഞ് ആ ചേച്ചിയുടെ മോനെൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ സനോജിൻ്റെ വീട്ടിലേക്ക് പോയി. സനോജ് എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര്. അവൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ് സാനി. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള ഞങ്ങൾ പിന്നാലെ എത്തി. അവർ കുറച്ച് കഴിക്കാനായിട്ട് ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ സാനിയുടെ വീട്ടിലേക്ക്. ഞങ്ങളെല്ലാവരെയും കണ്ടുപിടുന്നതിൻ്റെ അവൾ അകത്തേക്ക് ഓടി. വേറൊന്നിനുമല്ല, ഒരുങ്ങാനായിട്ടാണ്. നമ്മളെല്ലാവരും പ്രധാന കാര്യമാണല്ലോ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുങ്ങാൻ കയറുക എന്നുള്ളത്. പിന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്തു. കേക്ക് കണ്ടപാടെ അകത്തുനിന്ന് സാനിയുടെ കൈയിടിയും ബഹളവും സന്തോഷവും. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ കേക്ക്. നല്ല അടിപൊളി കേക്കായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്ന രീതി പറയുന്ന ഫ്ലേവറിൽ ചെയ്തു തരും. കേക്കിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ വെളിച്ചം കുറവായതുകൊണ്ട് മാറ്റി വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നീ കാണുന്നത്. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കൈയിട്ട് വരെയല്ലോ ഒരു സാധനങ്ങൾ വരയ്ക്കാൻ തിന്നാൻ തുടങ്ങി. എല്ലാവർക്കും പരിപാടിയാണല്ലോ കേക്കിന് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ അത് പറക്കി തിന്നാന്നുള്ളത്. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നു. ഇത് എന്ത് ചാടിനാ? കേക്ക് കഴിഞ്ഞാൽ അടുത്ത കിടമ്പോൾ എനിക്ക് ഫുഡ് അടി. ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്കുണ്ടായിരുന്നത് ബറോട്ടയും ചിക്കനും ആയിരുന്നു. ബർത്ത്ഡേ കാര്യമാണ് ഗൈസ്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ചെറിയൊരു ഇറക്കം. ഈ ചെറിയ കറക്കം ചെന്നത് വേറെ ഇവിടെയല്ല, ഞങ്ങളുടെ സ്ഥിര സ്പോട്ട് തന്നെയാണ്. വേറെ സോഡ നിറങ്ങി കുടിക്കാനായിട്ടാണ്. വീട്ടിൽ സാധനം കിട്ടി ഗൈസ്. നല്ല തണുത്ത സോഡ നിറങ്ങി. ഇത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആഹാ. സോഡ നിറങ്ങിൻ്റെ ബില്ല് സാനിയാണ് ഗൈസ് പേ ചെയ്തത്. ഇന്നത്തെ അവരുടെ ചിലവിലങ്ങ് കണക്കാക്കി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.